ഇത് വലിയ ഒരു ദൗത്യം അത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു നാടിനെ വീണ്ടെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വസിച്ചിരുന്ന ഒരു സ്ഥലവും പ്രദേശവുമൊക്കെയാണ് ഇത്. അവിടെയാണ് ദുരന്തമുഖമായി മാറുന്നത്. ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമായി പറയാനുള്ളത്. മഹാദുരന്തത്തിൽ മനസ്സ് മരവിച്ചു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് മേപ്പാടിയിലെ സ്കൂളുകളിൽ കൗൺസിലിംഗ് നടത്തുന്നവർക്ക്. സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഇന്ന് ഇവരുടെ സേവനം നൽകുന്നത് പിടിച്ചു നിൽക്കാനും നടന്നു കയറാനും ഉള്ള ആത്മബലമാണ്. അവരെ കേട്ടും പറഞ്ഞും ചേർത്ത് പിടിച്ചും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് 24 മണിക്കൂറുകൾ ക്യാമ്പുകളിൽ സേവനം നടത്തുന്ന ഇവർ. CV അനുമോദിന്റെ റിപ്പോർട്ട്. നാടും വീടും പ്രിയപ്പെട്ടവരും സ്വന്തം സ്കൂളുമെല്ലാം ഇല്ലാതായതിന്റെ കടുത്ത ആഘാതത്തിലാണ് മേപ്പാടിയിലെ കുട്ടികൾ. ഈ കുട്ടികൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, അവരെ കൈപിടിച്ച് കൊണ്ടുവരണമെങ്കിൽ അതിന് വലിയ പിന്തുണ നൽകണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ കൌൺസിലറായിരുന്നവരെ ഇവരുടെ ക്യാമ്പുകളിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരോട് സംസാരിച്ച് അവരെ സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ഈ കടുത്ത നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. വലിയ കൈത്താങ്ങാണ് ഇവരുടെ സേവനം. അത് കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും, പ്രത്യേകിച്ച് വെള്ളാർമല സ്കൂളിലെ അധ്യാപകർക്കൊക്കെ. നമ്മോടൊപ്പം ചേരുന്നത് ഇപ്പോൾ ഈ ഒരു ക്യാമ്പിൽ കൌൺസിലിംഗ് നടത്തുന്ന, കൌൺസിലറായി ചെയ്യുന്ന റഹീലയും അഖിലയുമാണ്. എങ്ങനെയാണ് ഇവരെ ഇപ്പോൾ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നത് കുട്ടികളെയൊക്കെ? നമ്മൾ 30-ാം തീയതിയാണ് ഇവിടെ കൌൺസിലിംഗ് രംഗത്ത് വന്നത്. വയനാട് ജില്ലയിൽ നമ്മളിപ്പം 51ഓളം സൈക്കോ സോഷ്യൽ കൌൺസിലേഴ്സ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ 10ഓളം കൌൺസിലേഴ്സ് നമ്മൾ എത്തിയിട്ടുണ്ട്. അവർക്ക് നമ്മൾ 30-ാം തീയതി മുതൽ നമ്മൾ കുട്ടികളെ ഓരോ റൂമുകളിലും, ഓരോ അക്കോമഡേറ്റ് ചെയ്ത ഓരോ റൂമുകളിലേക്കും കൂടി നമ്മൾ എല്ലാ ദിവസവും പോയി കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളെയൊക്കെ കണ്ട് അവരെ അടുത്തിരിക്കുകയാണ്. പല സമയങ്ങളിലും പല ആളുകളും വളരെയധികം പാനിക്കായിട്ടാണ് വരുന്നത്. പല ആളുകളും കരയാറുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഓരോ ഇൻഡിവിജ്വൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ, ഒരു ഫാമിലിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോവാറ്. അവരിപ്പോ ഒരു വെന്റിലേഷൻ ഒരു മേഖലയിലാണ്, ഇതിലൂടെയാണ് പോകുന്നത്. വെന്റിലേഷൻ പീരീഡിലൂടെയാണ് അവർ പോകുന്നത്. അവർക്ക് മാക്സിമം ടൈം കൊടുത്ത് അവരെ പല രീതിയിലൂടെ നമ്മൾ, കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികളുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇന്നു മുതലാണ് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്തു വരുന്നത്. നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് ഈ സൈക്കോ സോഷ്യൽ കൌൺസിലേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതും അതോടൊപ്പം തന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് കുട്ടികളായിട്ട്? നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കുട്ടിയിടം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, കളിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ്, ഇപ്പോൾ ക്യാരംസ് ബോർഡ്, അതുപോലെ തന്നെ ഡ്രോയിങ്, കളേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ കളിയിടം എന്നൊരു പദ്ധതി, ഒരു സ്ഥലം, കളിക്കാനൊരു ഇടം തയ്യാറാക്കുകയും കുറെ കുട്ടികളെ നമ്മൾ അതിലേക്ക് ഉൾപ്പെടുത്തുകയും കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമുള്ള വാഹനങ്ങൾ, വണ്ടികളൊക്കെ നമുക്ക് ഉണ്ട്. അതൊക്കെ വെച്ച് കുട്ടികളെ ഇന്ന് ധാരാളം എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൌൺസിലേഴ്സ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് പല ഗെയിമുകളിലൊക്കെ കുട്ടികളെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷം കൂടുതലായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു. ഇതിന്റെ ഒരു ആഘാതം നേരിട്ട് കണ്ടവരൊക്കെ, ഈ അപകടം നേരിട്ട് കണ്ടവരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ? അവരത് നമുക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലും ഇപ്പം നമ്മുടെ കൌൺസിലേഴ്സ് 24 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിൽക്കുന്ന കൌൺസിലേഴ്സ് പറയുന്നത് വളരെ പരിതാപകരം തന്നെയാണ്. കാരണം കുറേ ആളുകൾ ഉറക്കമില്ലാത്ത അവസ്ഥയിലുണ്ട്, ഉറങ്ങാതിരിക്കുന്നവരുണ്ട്, പിന്നെ മാനസികമായിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അവരുടെ ചെവികളിൽ ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത്തരം ബഹളം, ഈ ഒരു കൂട്ട നിലവിളികൾ, ഇരുമ്പുന്നതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു അപകടാവസ്ഥ, ഈ ഒരു ട്രോമ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വളരെ ഇതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം
അങ്ങനെയുള്ള ബുദ്ധിമുട്ട് തരുന്ന ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ടുള്ള കേസുകളൊക്കെ നമ്മുടെ DMHPയും കൂടി നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ DMHPന്റെ സൈക്യാട്രിസ്റ്റിന് നമ്മൾ ഇത്തരം കേസുകൾ റെഫർ ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ നമ്മൾ സമയം കൊടുത്ത് അവരെ റിലാക്സ് ചെയ്തിട്ടാണ് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നത്. ഈ കുട്ടികള് പഠനം മുടങ്ങുന്നതിന്റെയും സ്കൂള് ഇല്ലാതായി പോയതിന്റെയൊക്കെ ആദ്യമാണോ അധികം പങ്കുവയ്ക്കുന്നത്? കൂടുതലും അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. കുറെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കുട്ടികൾ അവരെ കൂട്ടുകാർ നഷ്ടപ്പെട്ടതിന്റെ വലിയൊരു വിഷമം തന്നെ അവർ പറയുന്നുണ്ട്. ചിലർക്ക് പഠനത്തിന്റെ ഇതാവാം, ചിലർക്ക് ക്ലോസ് റിലേറ്റീവായിട്ട് ഒറ്റപ്പെട്ടു പോയ ഓർഫണായി ആയിപ്പോയിട്ടുള്ള കുറെ കുട്ടികളുണ്ട്. അപ്പോൾ പലരെയും പല രീതിയിലാണ് ഈ ഒരു ട്രോമ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരിതും വ്യത്യസ്തമായിട്ടുള്ള കേസുകളായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരെ ഡീൽ ചെയ്യുന്നതും അവരെ ഷെയറിംഗ് ആണെങ്കിലും എക്സ്പീരിയൻസിലൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അത് ഫസ്റ്റ് തന്നെ സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഫ്രീ ആയിട്ട് വെന്റിലേറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വിടുക, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോവാതെ വിഷമമുണ്ട്, പക്ഷേ ഒക്കെ സ്വാഭാവികമായിട്ട് റെഡിയാവുന്ന ഒറ്റയ്ക്കിരുന്ന് കരയുന്ന തരത്തിലേക്കൊക്കെ ഒറ്റയ്ക്ക് വിഷമങ്ങൾ ഉള്ളതാണല്ലോ. ഇത് ഇത്രയും വലിയൊരു ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കുഞ്ഞു കുട്ടിയായാലും ഏതൊരു ഏജ് ഗ്രൂപ്പ് ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെയധികം വിഷമത്തിലുള്ള ഒരു സ്റ്റേജ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് ഒറ്റപ്പെട്ട അതെ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും ഓരോ റൂമുകളിൽ അവരെ ഇടത്ത് നമ്മൾ ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ 24 hours തന്നെ നമ്മൾ അവരെ കൂടെ ഉണ്ട്. പിന്നെ സിവിയർ ആയിട്ടുള്ള ഈ കേസുകൾ ഉള്ളത് നമ്മളെന്താണ് DMHPക്ക് അല്ലെങ്കിൽ നമ്മളെ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് എല്ലാവരും സേവനം ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പിന്നെ ഇപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ DNA കൊടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയെയും വിളിച്ചു അവർക്ക് പേഴ്സണലി കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് തന്നെ നമ്മൾ അവരെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഹോൾ മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പല ഡിപ്പാർട്ട്മെന്റിലെ കൗൺസിലേഴ്സ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നു. എല്ലാവരും ഒത്തിരി എഫേർട്ട് എടുത്ത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ ആരാണ് തിരിച്ചറിയാതെ അവരെ തിരിച്ചറിയാനാണ് നമ്മൾ DNA കൊടുക്കേണ്ടി വരുന്നത്. അത് അവര് ഈ സാധാരണ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് ആളുകൾ ഇതിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത്? എങ്ങനെ അവര് ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ? എല്ലാവർക്കും വിഷമങ്ങളുള്ള അവസ്ഥകൾ തന്നെയാണല്ലോ. അപ്പം ചിലര് നമ്മളായിട്ട് അത് സംസാരിക്കും, ചിലർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവാത്ത ഒരു സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഒട്ടും പറയാത്ത അല്ലെങ്കിൽ ഒട്ടും സംസാരിക്കാത്ത ഒട്ടും വെന്റിലേറ്റഡ് അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവർ നേരെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ചിലര് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരായിരിക്കും, പക്ഷെ അവർ മെന്റലി ഓക്കെ ആവണം അല്ലെങ്കിൽ റിക്കവർ ആയിട്ടുള്ള ആളുകളാവണം എന്നൊന്നുമില്ല. എങ്കിൽ കൂടെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുന്നു. ഓൾ ടീം തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടുത്തെ സ്കൂൾ കൗൺസിലർ കൂടിയായിരുന്നല്ലോ. അധ്യാപകരൊക്കെ വലിയൊരു മാനസികാഘാതം നമ്മൾ കാണുമ്പോഴൊക്കെ അവരെ എങ്ങനെയാണ് നമ്മൾ അവരെയും കൂടി കെയർ ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളുടെ വെള്ളാർമല സ്കൂളിലെ ടീച്ചേഴ്സ് ഇവിടെ മേപ്പാടി സ്കൂളിൽ 30-ാം തീയതി മുതലേ ഇവിടെയുണ്ട്. അവർ നമ്മുടെ കുട്ടികളോടും എല്ലാവരോടും സഹകരിച്ചും കണ്ടും, കാരണം നമുക്കറിയാം എത്രയും ഞങ്ങൾ തന്നെയാണ് അത് ബാധിക്കുന്നത്. ഓരോ കുട്ടികളെയും നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു പ്രയാസം ടീച്ചേഴ്സിന് നന്നായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മറന്ന് അതിജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വേളയിലും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അവർക്കുള്ള സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുട്ടികൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ മറക്കാൻ പറ്റാത്ത ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കിടലുണ്ടായോ ഈ ഒരു ദിവസങ്ങളിൽ? അത്തരത്തിലുള്ള കുറെ കുട്ടികൾ നമ്മളടുത്ത് വെന്റിലേഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഭീകരമായുള്ള ട്രോമ സ്റ്റേജുകൾ, കാരണം അവർ വളരെ പ്രയാസപ്പെട്ടത് നമ്മളോട് പറയാറുണ്ട്. അപ്പൊ അതൊരു കൗൺസിലിംഗ് ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ നമ്മളൊരു വെന്റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്നും പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളോട് കുട്ടികൾ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ അവിടെ വെള്ളാർമല സ്കൂളിലെ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ ടീച്ചറെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന കുട്ടി എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ കൂട്ടുകാരി ഇന്നത് പോയി, കാരണം ആ കൂട്ടുകാരി, അങ്ങനെ നമുക്ക് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കൂടുതലായിട്ട് നമുക്ക് വരുന്നുണ്ട്. കാരണം അവർക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയാണ് അത് പറയുന്നത്. അവിടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരിയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. നല്ല മാനസിക പ്രയാസമുള്ള കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞങ്ങളിപ്പം അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്താണെങ്കിലും ഈ ഒരു ദുരന്തത്തെ മറികടക്കാൻ ഇവരുടെ സേവനം അത് സമാനതകളില്ലാത്തതാണ്. കാരണം ഇതുവരെ അഭിമുഖീകരിക്കാത്ത വലിയൊരു ദുരന്തത്തെയാണ് ഈ നാട് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആഘാതത്തിൽ കരകയറുക എളുപ്പമല്ല. എന്താണെങ്കിലും ഇത്തരം കൗൺസിലിങ്ങുകളും ഇത്തരം കൂട്ടായ്മകളും ഇത്തരം പിന്തുണയ്ക്കലും ഒക്കെ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന ഉറപ്പ് കൊടുക്കുന്ന നടപടികൾ കൂടിയാണ്. ശ്രീജിത്ത് കല്ലുമുട്ടിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.